അപ്പം അതിൻ്റെ ഈ ഭും 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 എന്നുള്ള അടി മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അത് പക്ഷെ ഒരുതരം ഹരം പോലെയാണ്. ആളുകൾക്ക് ഈ അടി കേട്ടില്ലെങ്കിൽ ഏതാണ്ട് വലിയ കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികൾക്ക്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ. MC ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആകാശത്തിന്റെ പൂമാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗായകൻ, അതെ, KG മാർക്കോസ്. മാർക്കോസ് ഏട്ടനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ മാർക്കോസ് ഏട്ടാ? പുതിയ വിശേഷം, കഴിഞ്ഞ 47 വർഷമായിട്ട് ഞാൻ ഈ രംഗത്തുണ്ട്. മിക്കവാറും ആഴ്ചകളിൽ വർക്കും ഉണ്ടായിരുന്നു. ഈ ഇത്രയും വർഷത്തിനോടിടയിൽ വർക്കില്ലാത്ത അവസരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സീസണലായിട്ട് വരുന്ന ചില ഗ്യാപ്പുകളുണ്ടാവും. അതേപോലെ വല്ല അസുഖങ്ങളോ, ഇടയ്ക്ക് എനിക്ക് 1-2 ചെറിയ അസുഖങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ മാറി നിന്നിട്ടുള്ള, അല്ലാതെ ഞാൻ ഈ 47 വർഷമായിട്ട് ഈ രംഗത്ത് തന്നെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു 8-ാം തീയതി ദോഹയിലായിരുന്നു എൻ്റെ അവസാനത്തെ, ഈ സീസണിലെ അവസാനത്തെ ഗാനമേള അരങ്ങേറിയത്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സീസൺ ഓണത്തോടുകൂടി വരികയാണ്. അടുത്ത 2025-26 വർക്കുകളൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഓണം അതിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പഴയ പോലത്തെ ഒരു തള്ളിച്ച ഇപ്പം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ തലമുറ വന്നപ്പം, അതായത് ഇപ്പം 2000-ന് ശേഷം ഏതാണ്ട് 2010-2015 വരെയൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ ന്യൂജൻ ആണെങ്കിൽ പോലും ഓണവും അയ്യപ്പനും അതേപോലെ നമ്മുടെ പഴയ സിനിമാ പാട്ടുകളുടെ റീമേക്കും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾക്ക് ആളുകൾക്ക് താല്പര്യമില്ലാതായി. അതായത് നമ്മുടെ ട്രഡീഷൻ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മാവേലി എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ദാനധർമ്മിയായിരുന്നു, പാപരഹിതനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു. അതേപോലെ മറ്റുള്ളവരോട്, സഹജീവികളോട് വളരെ അനുകമ്പയുള്ള ആളായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ഓർമ്മയിലൂടെയാണ് നമ്മൾ ഈ ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. കൂട്ടായ്മ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നു, ഓണത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മളുടെ കയറ്റി ഇറക്കങ്ങൾ ഒക്കെ സ്വന്തക്കാരുടെ അടുത്താണേലും ബന്ധുക്കളുടെ അടുത്താണേലും പിന്നെ എന്താ പറയുക, സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ നമ്മളുടെ ഒരു പെരുമാറ്റവും കയറ്റിറക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എങ്ങനെ പോയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അന്യരാണ്, ഡിജിറ്റൽ വേൾഡിലോട്ട് മാറിയല്ലോ. അതെ. ഇപ്പം ഓരോരുത്തരും ഇപ്പം പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഫോണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു ഞാനപ്പോൾ കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. 85 മുതൽ ഒരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഈ ഓരോ യുഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു തള്ളിച്ച വരുന്നത് ഏതാണ്ട് ഒരു 95-98 കാലഘട്ടത്തിലൊക്കെയാണ് മൊബൈൽ ഫോൺ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എത്തുന്നത്. അപ്പോൾ അന്ന് മുതൽ നോക്കുമ്പം അന്ന് ആദ്യമൊക്കെ പൈസ ഉള്ളവൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തവരില്ല. ഒന്നൊന്നല്ല ഒരാളുടെ കയ്യിൽ, അതെ, 2-3 ഫോണുകളൊക്കെയാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം, അതിൽ നിന്ന് വരുമാനം കിട്ടും എന്നുള്ള ഒരു സ്ഥിതി വന്നതോടുകൂടി എല്ലാവരും വീട്ടിൽ മത്തി വെട്ടുന്നതും മുറ്റടിക്കുന്നതും എന്ന് വേണ്ട സകല സാധനങ്ങളും, ഇതെല്ലാം ഒരു കാലത്ത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ തന്നെ അനുഭവിച്ചു വന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം വീണ്ടും പുതുതായിട്ട് കണ്ടുപിടിച്ച പോലെ കാണിക്കുന്നത്. അല്ല, അതൊന്നും ഇൻകമും വരുന്നുണ്ടല്ലോ.
അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ വന്നപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. വേറെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ തമിഴ്നാട്ടിൽ കാണും, അതിലും കുറച്ച് കുറവായിരിക്കും കർണാടകത്തിൽ. നോർത്തിലോട്ട് പോയാൽ ഇങ്ങനെ അധികം ആളുകളുടെ മൊബൈലുകൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ വിദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളിയുടെ അല്ലാതെ മൊബൈൽ ഫോൺ അങ്ങനെ അധികം ആരുടെയും കയ്യിലും കാണാറില്ല, എപ്പോഴും മൊബൈൽ ഫോൺ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന. അപ്പം ആ ഒരു യുഗത്തിലേക്ക് നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലും അന്യരായി. ഇപ്പം ഭാര്യയും ഭർത്താവും, ഭാര്യ ചിലപ്പം മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതല്ലേ കുട്ടികളാണെങ്കിലും അവരവരുടെ മുറിയിലോ അവരവരുടെ ടേബിളിലോ ഒക്കെ അവരുടെ ഫോണും നോക്കിയിരിക്കുകയായിരിക്കും. അപ്പം ആർക്കും ആരെയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, ഒരു സ്നേഹമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കലോ ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ല. അപ്പം പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പം എത്തിപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ചുരുങ്ങി ആൾക്കാർ. ഈ പഴയ കാര്യങ്ങളൊന്നും ആർക്കും ഇപ്പം അറിയില്ല, അതൊന്നും അറിയേണ്ട ബാധ്യതയില്ല, അറിയാൻ താല്പര്യവും ഇല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ അന്നത്തെ കണക്ഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ഈ ഓണപ്പാട്ടുകളൊക്കെ നിന്നുപോയി. അതേപോലെ ഭക്തി ആളുകളിൽ ഒരുപാട് കുറഞ്ഞു വന്നു. കാരണം ഇതൊരു മിത്താണ്. ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടോ മറ്റ് മതപരമായിട്ടോ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് കാരണം ഇപ്പം ഭക്തിഗാനങ്ങൾ ആർക്കും വേണ്ട, കേൾക്കണ്ട ആർക്കും. അതേപോലെ ഓരോ കാര്യത്തിൽ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ തലമുറ. 10, 15, 18 വയസ്സുള്ള കുട്ടികൾ അവരുടെ വിരൽത്തുമ്പിൽ അവർക്കിപ്പം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അവരിപ്പം എല്ലാം കൊണ്ടും സുഭിക്ഷമാണ്. പിന്നെ സന്തോഷം കൊണ്ടാണേലും മറ്റു തരത്തിലുള്ള വരുമാനം കൊണ്ടാണേലും അറിവിന്റെ കാര്യത്തിലായാലും എല്ലാം അവർക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാം കിട്ടുന്നുണ്ട്. നല്ലതും കിട്ടുന്നുണ്ട്, ചീത്തയും കിട്ടുന്നുണ്ട്. കൂടുതലും ചീത്തയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ കാണാതിരുന്ന ഒരു സാധനം കാണുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എല്ലാം അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിച്ച സമയത്ത് അത്യാവശ്യം നന്നായിട്ട് നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി. എന്നെ സംബന്ധിച്ച് ഞാൻ പറയണം, പാട്ടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെ സംബന്ധിച്ചോ ഞാൻ പറയുന്നത് നല്ല ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റി. നല്ല സംഗീതജ്ഞന്മാരുണ്ടായിരുന്നു, സംഗീത സംവിധായകർ, അതേപോലെ നല്ല പാട്ടുകാരുണ്ടായിരുന്നു. ആ പാട്ട് എങ്ങനെ പാടണം, ശബ്ദം എങ്ങനെ കൊടുക്കണം, എന്താണ് ശബ്ദം, അതിൻ്റെ റേഞ്ച് എന്താണ്, ഒക്കെ നമുക്ക് കുറേയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ അതല്ല, എങ്ങനെയും പാടാം. ആ ഒരു രീതിയിലേക്കാണ് ആൾക്കാർ പോകുന്നത്. പാട്ട് പാടുകയല്ല, പാട്ട് പറയുകയാണ്. അപ്പം അങ്ങനെ പറയാം. അങ്ങനെ ഒരു പല രീതിയിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നല്ല ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനും അനുഭവിക്കാനും നല്ല കുറച്ച് പാട്ടുകൾ പാടാനും ഒക്കെ സാധിച്ചു. ഇപ്പം ഞാൻ തന്നെ ചിലപ്പം ചില സമയത്തിരുന്ന് പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഇപ്പം ഏതൊരു കുഞ്ഞും ജനിച്ച് വീഴുമ്പം അത് എഴുന്നേറ്റ് നിന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞ് നടന്നു പോവല്ലോ. അപ്പം അതിന് അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട്. അത് കമന്ന് വീഴുന്നു, പിടിച്ചിരിക്കാൻ നോക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, പതുക്കെ നടക്കുന്നു, അങ്ങനെയാണ് അത് ഓരോ ഇതിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പഠിക്കുന്നു ആദ്യകാലങ്ങളിൽ, അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നു, പതുക്കെ നമുക്ക് അറിവ് വെക്കുന്നു, ശബ്ദം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഡെപ്ത് വരുന്നു, പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന മറ്റ് ആൾക്കാർ എല്ലാ തലത്തിലും, പാട്ടിലാണേലും സംഗീതത്തിലായാലും ഒക്കെ നിൽക്കുന്നവർ ഉണ്ടായിരുന്നപ്പം പണ്ട് പറയും, എടാ പാമ്പും പഴയതാണ് നല്ലതെന്ന് പറയും. എന്നുവെച്ചാൽ അറിവ് എല്ലാത്തിലും അറിവുള്ളവർക്കാണ് മുൻഗണന. അപ്പം അതുകൊണ്ട് അറിവുള്ളവരെയാണ് എല്ലാത്തിനും അന്തിമമായിട്ട് ഉള്ള ഒരു ഇതിലേക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോഴും നമുക്ക് അപ്പം അന്നേരം അവസരമില്ല. കാരണം നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ, പിച്ച വെക്കുന്നേ ഉള്ളൂ. നമ്മൾ പിച്ച വെച്ച് വരുന്നു,
അപ്പോൾ അവസരം കിട്ടിയാലേ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ഷോ ഒരുപാട് ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ അത് പണ്ട് അതില്ലായിരുന്നല്ലോ. പണ്ട് റിയാലിറ്റി ഷോ ഇല്ലായിരുന്നു, പക്ഷെ മത്സരങ്ങളുണ്ടായിരുന്നു. ഇപ്പം സ്കൂളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകൾ, ഇപ്പം വൈസ്മെൻ ക്ലബ്ബ് അല്ലെങ്കിൽ പിന്നെ YMCA ഇങ്ങനെയൊക്കെ ഉള്ള ചില, അതുപോലെ ഫൈൻ ആർട്ട് സൊസൈറ്റികൾ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ കൂടെയാണ് നമ്മൾ കയറി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഉള്ള ഒരു ഗുണം എന്തായിരുന്നെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഗുണം എന്തായിരുന്നെന്ന് വെച്ചാൽ, നന്നായിട്ട് പഠിച്ച് അനുഭവിച്ച് വന്നവർ മാത്രമേ മുമ്പോട്ട് വരുവുള്ളായിരുന്നു. അല്ലാതെ വഴിയെ പോകുന്ന എല്ലാവർക്കും പാടാനും എല്ലാവർക്കും അഭിനയിക്കാനും അല്ലെങ്കിൽ ഓടാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ മാത്രമേ മുമ്പോട്ട് വന്നിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതല്ല, നമുക്കൊരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു വൈദഗ്ധ്യം വേണമെന്നൊന്നുമില്ല, ആർക്കും എന്തും ചെയ്യാം. അതാ ഞാൻ പറഞ്ഞ മത്തി വെട്ടുന്നതും അത് മോശമാണെന്നല്ല, പക്ഷെ അതുമൊക്കെയാണ്, ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പഴങ്കഞ്ഞി കുടിക്കുന്നതും മുളക് ഞരടി കുടിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്തും, ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ മോഡേണായിട്ട് നമ്മൾ പിന്നെ പല കാര്യങ്ങളും അനുഭവിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പം നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയതിലോട്ട് ബർഗറിലും ഒക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ റെക്കോർഡിങ്സിലാണെങ്കിലും തന്നെ പണ്ടത്തെയും ഇപ്പോഴത്തെയും കൂടി നോക്കും. പണ്ട് അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ അതായത് നല്ല അനുഭവം ഉള്ളവരെ കൊണ്ട് പാടിക്കത്തുള്ളായിരുന്നു. പാട്ടിനെ സംബന്ധിച്ച് നല്ലതായിട്ട് ശബ്ദം പോകുന്ന, അതായത് 3 സ്ഥായിലും ശബ്ദം നന്നായിട്ട് പോകുന്നവരുടെ ശബ്ദമായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. 1. 2, ആ ശബ്ദത്തിന് ഒരു ഗാംഭീര്യമോ എന്ന് വെച്ചാൽ ഡെപ്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, ആ ശബ്ദത്തിൻ്റെ വിന്യാസം എന്ന് പറയും. അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലർക്കും ശബ്ദം എന്ന് പറയുമ്പോൾ ബാസാ പറയുന്നത്. ഹെഡ് വോയിസ്, ചെസ്റ്റ് വോയിസ് എന്നൊക്കെ. യെസ്, അതാണ്. ഇപ്പം നമ്മൾ ഈ ഇവിടെ നെറുകയിൽ നിർത്തി പാടും, തൊണ്ടയിൽ വെച്ചിട്ട് പാടും, നെഞ്ചിൽ നിന്ന് പാടും, അടിയെന്ന്. അപ്പോൾ ഹോളോ വോയിസോ ഒള്ള വോയിസ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉള്ള ശബ്ദങ്ങളും ഉണ്ട്. പക്ഷെ അതല്ല, എല്ലാ സ്ഥലത്തിലും ശബ്ദം ചെല്ലുന്ന ആ ഒരു ശബ്ദത്തെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്കുലിൻ ശബ്ദം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ ശബ്ദത്തിലും എല്ലാ റേഞ്ചിലും തൊട്ടുപോകുന്ന ശബ്ദങ്ങളുണ്ട്. അതിനകത്ത് വരുന്ന ഒരു വികാരം, ഇപ്പോൾ സുശീലാമ്മയുടെ വോയിസ്, അതേപോലെ ജാനകിയമ്മയുടെ വോയിസ്, അതൊക്കെ ഓരോ പാട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ശബ്ദം എന്താണെന്ന് അറിയാൻ വയ്യാതെ ഒരു ബാസ് ഇങ്ങനെ കേൾക്കുമ്പം ചിലർ ഭയങ്കര ശബ്ദം എന്ന് പറയും. പക്ഷെ ബാസ് കൊടുക്കുന്ന അല്ല ശബ്ദം. അപ്പം ബാസ് വേണ്ടെന്നല്ല, പക്ഷെ ആ ശബ്ദത്തിൻ്റെ എല്ലാ ഇവിടെയും നമ്മുടെ ഇത് ചെല്ലണം, ആ കൊടുക്കുന്ന രീതി, അതാണ് ശബ്ദം. അങ്ങനെ നോക്കി പാടിക്കുന്നതായിരുന്നു പണ്ട്. അതൊക്കെ നല്ലൊരു ഗുരുക്കന്മാരെ കിട്ടണത് ഒരു അനുഗ്രഹമാണ്. അതെ, അവർ പറഞ്ഞു തരുന്ന പോലെ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് കാര്യവും, ഇപ്പം നമ്മൾ കുഞ്ഞ്, ഒന്നും അറിയാത്തൊരു കൊച്ച്, 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ നഴ്സറി കൊണ്ടാക്കുന്നു. അവിടെ ടീച്ചർ എന്ന് പറയുമ്പം ഈ കുട്ടിക്ക് ഒന്നും സംഗീതം അറിഞ്ഞിട്ടല്ലല്ലോ അത് പാടുന്നത്. അല്ലെങ്കിൽ ഒരു 10 കുട്ടികൾ ഒന്നിച്ചിരിക്കുന്നു. അപ്പം ആ കുട്ടികളെല്ലാം കൂടെ വീണ്ടും അത് തന്നെ പാടുന്നു. അപ്പം അത് സംഗീതം അറിഞ്ഞിട്ടല്ല, ആ ടീച്ചറിൻ്റെ ശബ്ദത്തിൻ്റെ കയറ്റിറക്കങ്ങൾ നോക്കിയിട്ടാണ് അത് പാടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പിന്നെ സമയത്തും നല്ല ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് കേട്ടിട്ടാണ് നമ്മൾ പിന്നെ പാടുന്നതായാലും ഏത് കാര്യം. അനുകരണം എന്ന് പറയുന്ന സംഭവം ജനിച്ച് വീഴുമ്പോൾ മുതലുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ തന്നെ ഉള്ളതാണ്. കാരണം അമ്മയുടെ സകല കാര്യങ്ങളും കുഞ്ഞിനെ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രകൃതിയെ അനുകരിക്കാൻ പഠിക്കുന്നു. അങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് ലൈറ്റ് ഓണോ ഓഫ് ആക്കി കാണിച്ചു കൊടുക്കും. എന്നിട്ട് മോനെ ലൈറ്റ് എവിടെ, അല്ലെങ്കിൽ മോളെ ലൈറ്റ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മനസ്സിലാവും അതാണ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ശബ്ദം, അതാണ് ലൈറ്റ്. അതേപോലെ ഇപ്പം ഒരു കാക്കയെ കാണിച്ചിട്ട് നമ്മൾ മോനെ കാക്ക എവിടെ എന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് മനസ്സിലായത്. എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ കാര്യവും. നമ്മളിപ്പം സാരി ഗാമ പാദ, ഇത് ആ ഓരോ നോട്ടുകളുടെ സ്ഥാനങ്ങളാണ്. അല്ലാതെ നമുക്ക് സ്ഥാനം മാറ്റാൻ പറ്റുമോ? അപ്പം എന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞു തരുന്ന ആളിൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും പഠിക്കുന്ന ആളിൻ്റെയും ജ്ഞാനം വളരുന്നത്. ഗുരുമുഖത്ത് നിന്നിട്ടും അല്ലേ, അത് ഓൺലൈൻ അതും വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ.
അത് തീർച്ചയായിട്ടും ഓൺലൈനിൽ നമ്മൾ പഠിപ്പിക്കുമ്പം അല്ലെ പഠിക്കുമ്പം കൃത്യമായിട്ട് ആ ശബ്ദത്തിൻ്റെ വേരിയേഷൻ ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതേസമയം നമ്മൾ നേർക്കുനേരെ ഇരുന്ന് പഠിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ അതിനകത്ത് വരുന്ന വികാരം എന്താണെന്നും അല്ലെങ്കിൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡെപ്ത് എന്താണെന്നും മനസ്സിലാക്കേണ്ടവർക്ക് അറിയാൻ പറ്റും. അതെന്താണ് ആ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ പറഞ്ഞ് കാണിച്ചു കൊടുക്കും, ഇതാണ് മോനെ ഇങ്ങനെ പാടണം. അതുകൊണ്ടാണ് ഗുരുമുഖത്തുനിന്ന് തന്നെ പഠിക്കണമെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പോയിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടിയും അതിലുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു ബിസിനസ്സാണ്. കാരണം ഇതിനകത്ത് പിന്നെ സീരിയസ് ആയിട്ട് സംഗീതമാണെങ്കിൽ സീരിയസ് ആയിട്ട് സംഗീതം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു ജീവിത മാർഗമാക്കി എടുക്കാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നവർ വളരെ ചുരുക്കമാണ്. പബ്ലിസിറ്റി മാത്രമാണ് അവർ നോക്കുന്നത്. പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടണം, പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടണം. ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. അല്ലാതെ അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ പാട്ട് 15 വർഷം കഴിഞ്ഞ് അല്ലെ 20 വർഷം കഴിഞ്ഞ് ഇത് ഇന്നാര് പാടിയ പാട്ടാണ്, ഇത് ഇന്ന വർഷത്തിൽ പാടിയതെന്ന് പറയണമെന്ന് ആർക്കും അങ്ങനെ താല്പര്യമില്ല. കുറച്ച് പാടണം, എന്നെ അറിയണം, എനിക്ക് അതിനകത്ത് നിന്ന് വലിയൊരു വരുമാനം കിട്ടണം. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളിപ്പോൾ ഈ പുതിയ തലമുറ വന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പം മാറ്റി വെക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൻ്റെ ഇപ്പം അയ്യപ്പ സീസൺ വരുമ്പോൾ അയ്യപ്പ പാട്ടുകൾ, നല്ല അയ്യപ്പ പാട്ടുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. കാരണം ആ വെറും അയ്യപ്പനെ സ്തുതിക്കുന്ന പാട്ടല്ലത്. അതിനകത്ത് ശാസ്ത്രീയമായിട്ട് ബേസുള്ള പാട്ടുകളാണ്. പണ്ടത്തെ പല പാട്ടുകളും നമ്മൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഹിന്ദു ഡിവോഷനിൽ നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്തെല്ലാം ശാസ്ത്രീയമായിട്ട് നല്ല ബേസുള്ള പാട്ടുകളാണ്. അപ്പോൾ അതൊരു പാട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ പോയിരുന്ന് നമ്മളൊരു ഗുരുമുഖത്ത് ചെന്നിരുന്ന ഗണപതിം എന്ന് പഠിക്കുന്നതിന് പകരം അത് ഒരു നല്ല ഒരു പാട്ടായിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും. അത് എനിക്ക് തോന്നുന്നു പാട്ട് പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് ഫസ്റ്റ് ഭജൻസ് ആണ് പറഞ്ഞു കൊടുക്കണം. അതെ, അതിന് പാട്ട് സരിഗമ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഭജൻ പഠിക്കുമ്പോൾ പിള്ളേർ അത് പെട്ടെന്ന് പഠിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതെല്ലാം ഹിന്ദു പിന്നെ ഭക്തിഗാനങ്ങളും പലതും നല്ല കീർത്തനങ്ങളും പിന്നെ ശാസ്ത്രീയമായിട്ട് ബേസുള്ള പാട്ടുകൾ കാണാം. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ഡിവോഷണലിലും ഉള്ളത്. പണ്ട് ഓരോ ക്രിസ്ത്യൻ ഡിവോഷണലിൻ്റെയും മേലെ അതിൻ്റെ രാഗവും അതിൻ്റെ താളവും എഴുതിയിരുന്നു. പഴയ പിന്നെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ബുക്കുകളുണ്ട്, ജ്ഞാനകീർത്തനം അങ്ങനെയൊക്കെയുള്ള ആ ബുക്കുകളുടെ അകത്തുള്ള പാട്ടുകളുടെ മേലെ എഴുതിയിട്ടുണ്ട് ഏത് താളമാണ് ഏത് രാഗമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പാട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ പിന്നെ ഇപ്പം മാപ്പിളപ്പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പാടിക്കളയാം, പിന്നെ പാടി അങ്ങ് ഇതെന്താ പാടാൻ എന്താ പ്രയാസം എന്ന് തോന്നും. പക്ഷേ ചെറിയൊരു വാക്ക് പോലും അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അർത്ഥവ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം തന്നെ അതിനകത്ത് ഏറ്റവും അവരുടെ ദൈവം എന്ന് നമ്മൾ പറയുന്ന ആളിനെ നമ്മൾ സംബോധന ചെയ്യുന്നത് അള്ളാ. മലയാളത്തിലാണെങ്കിൽ ആയും ളായും എന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? ആയും ളായും. അള്ളാ എന്ന് പറയാൻ പാടില്ല. അള്ളാ എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്, ഭയങ്കര അർത്ഥവ്യത്യാസമാണ് വരുന്നത്. അള്ളാ എന്ന് പറയുമ്പോൾ അത് നാക്ക് നമ്മൾ മേലെ മുട്ടിച്ചിട്ടാണ് അത് അള്ളാ എന്ന് പറയുന്നത്. കൽബ് അതും ചിലർ ഖാ പറയും. ശരിക്കും ഖാ അല്ല, ഖായും അല്ല കായും അല്ല, കൽബ് എന്നവര്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ പറയുന്ന പാട്ടുകളിലൊക്കെ. അല്ലാതെ നമ്മൾ ഈസി ആയിട്ട് അങ്ങ് പാടിക്കളയാന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അത് അറിയില്ലായ്മ കൊണ്ടാണ്. ഇപ്പം തന്നെ 1000 കാതം അകലെയാണെങ്കിലും എന്നുള്ള പാട്ട് പാടുമ്പം ഒരുപാട് പേര് പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അറിവുള്ളവർ പോലും. അതായത് സഭാ മാർവാ മലയുടെ എന്നാ പാടുന്നത്. പക്ഷേ സഫയും മർവയുമാണ്. സഫ എന്ന് പറയുന്ന ഒരു മലയാണ്, മർവ എന്ന് പറയുന്ന ഒരു മലയാണ്. അപ്പം സഫയും മർവയും ഉള്ള ഒരു ഇടമാണ് അവിടെ. അത് സഭാ മാർവാ എന്നൊക്കെ പറഞ്ഞ് പാടും. അത് തെറ്റാണ്. അതിന് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നും പഠിച്ചും കേട്ടും അറിഞ്ഞും ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പാട്ട് നമ്മൾ അതിൻ്റെ സാഹിത്യം കേൾക്കുന്നില്ല. പലപ്പോഴും ബഹളമായിരിക്കും, ഭയങ്കര ലൈറ്റും പുകയും
അതിൻ്റെ കൂടെ ഈ ഒരു 50,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഗാനമേള നടത്തുമ്പോൾ 250 വാട്ട്സ് സൗണ്ടേ ഉള്ളായിരുന്നു. ഞാനൊക്കെ 80കളിൽ ഗാനമേള നടത്തുമ്പം 250 വാട്ട്സിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ്. അത് പിന്നെ 250 എന്നുള്ളത് 500 ആയി, 1000 ആയി, 10,000 ആയി. ഇപ്പം 50,000 വാട്ടൊക്കെ വെച്ചാണ് ഓരോരുത്തർ ഗാനമേള നടത്തുന്നത്. അപ്പം അതിൻ്റെ ഈ ഭും 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 എന്നുള്ള അടി മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അത് പക്ഷെ ഒരുതരം ഹരം പോലെയാണ്. ആളുകൾക്ക് ഈ അടി കേട്ടില്ലെങ്കിൽ ഏതാണ്ട് വലിയ കുഴപ്പമുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ ഭും എന്നുള്ള അടി വന്നില്ലെങ്കിൽ എന്തോ ഭയങ്കര കുഴപ്പം സംഭവിച്ചു എന്നുള്ളതാണ്. അതേസമയം നമ്മൾ പഴയ റെക്കോർഡിങ് കേട്ട് നോക്കിയേ, അല്ലെങ്കിൽ എന്തിനാ 2000 വരെയുള്ള റെക്കോർഡിങ് കേട്ട് നോക്കാം. അതിൽ ഏതാണ്ട് ഒരു 85 കാലഘട്ടത്തിലൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സുകൾ വന്നു തുടങ്ങി മാർക്കറ്റിൽ. അപ്പോൾ അന്ന് ഈ ഇലക്ട്രോണിക് ഡ്രംസ് പണ്ട് ഒരു 12-15 പീസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ അടിച്ചിട്ടായിരുന്നു ഞങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ ഗാനമേള ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഓരോന്നിനും മൈക്ക് കൊടുക്കുമ്പം അതിൻ്റെ ഒറിജിനൽ ഡെപ്ത് കിട്ടത്തില്ല. ഇപ്പം ഫുഡ് ഡ്രമ്മൊക്കെ വെച്ചിട്ട് നമ്മൾ മൈക്കിൽ കൂടെ ആണ് വരുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് അത് മതിയായിരുന്നു. പക്ഷെ പിന്നീട് ഈ പുതിയ സാധനത്തിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് ഡെപ്ത് നമുക്ക് പുറത്തേക്ക് കിട്ടും. പക്ഷെ ആദ്യകാലങ്ങളിലെ റെക്കോർഡിങ്ങുകൾ നമ്മൾ കേട്ടാൽ പോലും പാട്ട് വരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം സിങ്കാണ്. പാട്ടാണ് മെയിൻ. അത് അന്നത്തെ പല പാട്ടുകളും നമ്മൾ കേൾക്കുമ്പോഴും തബല ഉൾപ്പെടെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പാട്ട് വരുമ്പോൾ സിങ്കാവും, താഴെയാണ്. പാട്ടിനാണ് ഇമ്പോർട്ടൻസ്. ആ ഒരു മിക്സിങ് അങ്ങനെയാണ്. അന്നത്തെ പാട്ടുകളുടെ എല്ലാം മിക്സിങ് അങ്ങനെയാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. പാട്ട് സിങ്കായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ കയറ്റിയിടുകയാണ്. അപ്പോൾ ഗാനമേളയാണോ ഉപകരണമേളയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ഗാനത്തിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. മാർക്കോസ് ഏട്ടാ, അതുകൊണ്ട് ഈ പാട്ട് പഠിക്കണമെന്നുണ്ടോ, പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. ഉണ്ട്. പാട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഇൻബോൺ ടാലൻ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം പാടാനുള്ളൊരു ടാലൻ്റ് ചിലർക്കുണ്ട്, അതുണ്ടെങ്കിൽ നമുക്ക് പാടാം. പക്ഷേ ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അല്ല. ഒരു 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 പുതിയൊരു പാട്ട് എഴുതി അത് ട്യൂൺ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുമ്പം ആ പാട്ടിനകത്ത് വരുന്ന സ്വരസ്ഥാനങ്ങൾ ചിലപ്പം ആ നോട്ടുകൾ തമ്മിൽ ചിലപ്പോൾ അരക്കട്ട പിന്നെ ഹാഫ് നോട്ട്സ് എന്നൊക്കെ പറയും. നമ്മൾ പാടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മൈനർ സ്കെയില് അല്ലെ മേജർ സ്കെയിലിലോട്ടൊക്കെ വരുമ്പം അത് മനസ്സിലാവില്ല നമുക്ക്. നമ്മൾ മൊട്ടയായിട്ട് പാടും. അപ്പം അത് ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അളവുകൾ മനസ്സിലാക്കാനും പാട്ടിൻ്റെ റേഞ്ച് പോകുന്നത് ബേസിലായാലും ടോപ്പിലായാലും ഒക്കെ നമുക്ക് ആ സഞ്ചാരം മനസ്സിലാക്കണമെങ്കിൽ പാട്ട് അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അതേപോലെ തന്നെ ഒരു ആലാപനത്തിന് ഈ നമ്മുടെ മനോധർമ്മത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അവിടെ ഉള്ളത്? ഇപ്പം നമ്മളിപ്പോൾ ലളിതഗാനങ്ങളിൽ അങ്ങനെ മനോധർമ്മം അധികം കൊടുത്ത് പണ്ട് പാടിക്കത്തില്ലായിരുന്നു, അല്ലെ പാടത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു വരി നമ്മൾ പാടി അതിൻ്റെ റിപ്പീറ്റ് വരുമ്പോൾ വേണമെങ്കിൽ അതിൽ നിന്നും അല്പം വേരി ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അരക്കട്ട മാറ്റിയേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻ നോക്കിയിട്ട് മേജർ സ്കെയിലോ മൈനർ സ്കെയിലോട്ടോ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സംഗീത സംവിധായകർ അത് അനുവദിക്കുന്നുണ്ട്. പണ്ടങ്ങനെയല്ലായിരുന്നു. ഇപ്പം ദേവരാജ മാഷിനെ പോലുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ അവർ പറയുന്നത് പാടിയാൽ മതി. മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഈവൻ ദാസേട്ടനോട് പോലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് നീ പാടിയാൽ മതി എന്ന് പറയും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശിയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ പുതിയ സംഗീത സംവിധായകർ ചിലപ്പം പിടിവാശി, സാധാരണ ട്രാക്ക് പാടുന്ന അതേപോലെ പഠിച്ച് പാടുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ രീതിയിലുള്ള ഒരു ഇംപ്രൂവൈസേഷൻ പണ്ട് അനുവദിക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ പാടുമ്പോഴല്ല നമുക്ക് പഴയത് തന്നെ മതി എന്ന് പറയും. അതേസമയം ഇന്നിപ്പോൾ അതല്ല. നമ്മൾ ഒരെണ്ണം ഒരു പ്രാവശ്യം കേട്ടല്ലോ, അപ്പം അടുത്ത അതിൻ്റെ റിപ്പീറ്റ് വരുമ്പോൾ ഒന്ന് മാറ്റി പാടിയാൽ കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയുന്നവരുണ്ട്. അത് നല്ലതുമാണ്. എനിക്കും തോന്നുന്നു അങ്ങനെയാ. ചില സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മാർക്കോസ് ഏട്ടൻ 45 വർഷത്തിന് 47 വർഷത്തോളം 47 വർഷം ഒരുപാട് ലെജൻസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ONV സാർ, പി ഭാസ്കരൻ മാഷ്, ബിജു തിരുമല. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോഴത്തെ ആ കാലഘട്ടം ഈ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? മാറ്റം എന്ന് പറയുമ്പം ഇപ്പം
സാഹിത്യപരമായിട്ടാണ് മോഹൻ വി സാറിനെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് അനലൈസ് ചെയ്തിരുന്നത് അവരുടെ എഴുത്തിൻ്റെ മാഹാത്മ്യം, അല്ലെങ്കിൽ ലളിതമായ എഴുത്തിലൂടെ വലിയ കാര്യങ്ങൾ നന്നായിട്ട് മനുഷ്യന് ബോധ്യമാകുന്ന രീതിയിൽ പറയുന്നു. ഇപ്പം വയലാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലും കേൾക്കാൻ ഇമ്പം, അതേസമയം അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പം ഈ പറഞ്ഞ പോലെ നല്ല പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ആണ് അദ്ദേഹം എഴുതുക പൊതുവെ. പക്ഷേ കുറച്ച് കൂലങ്കുഷമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ദ്വയാർത്ഥത്തിൽ അത് എടുക്കാം. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ കടുകട്ടി സാഹിത്യം അങ്ങനെ സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല, വരേണ്ട ആവശ്യങ്ങളില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ നിർമ്മാല്യം പോലെയൊക്കെയുള്ള സിനിമകളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകൾ കേട്ടാൽ നമുക്ക് സംസ്കൃതവും കൂടെ ചേർത്തിട്ട് എഴുതിയിട്ടുള്ള പാട്ടുകൾ, മറ്റേ ഓം തത് സവിതുർവരേണ്യം എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ അങ്ങനെ ഉള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലും നന്നായിട്ട് എഴുതുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് ആദ്യകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു 80കളുടെ തുടക്കത്തിൽ 82, 83 കാലഘട്ടത്തിലൊക്കെ ഓണപ്പാട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് വരുമായിരുന്നു. അന്ന് അദ്ദേഹം സിനിമയിലൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് അന്ന് ആ കാലഘട്ടത്തിലൊക്കെ. പക്ഷെ പെട്ടെന്ന് നിമിഷകവി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ചിലപ്പോൾ പെട്ടെന്ന് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാനിതുപോലെ കോഴിക്കോട് ഒരിക്കലും അന്നൊക്കെ ഇങ്ങനെ അറ്റ് എ ടൈം ഒരു 10, 12, 15 പാട്ട് ഒന്നിച്ച് ഒരു കോൺട്രാക്റ്റ് പോലെ 2 ദിവസം കൊണ്ട് പാടിക്കൊടുക്കുക അങ്ങനെയൊക്കെ. അപ്പം ഞാൻ താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ ഗിരീഷ് ഉണ്ടായിരുന്നു. ഏതോ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ആയിരുന്നു പുള്ളി അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ മുറിയിൽ വരികയും ഞാൻ അദ്ദേഹത്തിന് മുറിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ഒരു 80കളുടെ തുടക്കത്തിലാണ്. അപ്പം പെട്ടെന്ന് ഇതുപോലെ ഒരു സിനിമയുടെ വർക്ക് അന്ന് വൈകുന്നേരം പെട്ടെന്ന് ഈ പറഞ്ഞ അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും എല്ലാം കൂടെ വരുന്നു. അവരൊരു സാഹചര്യം പറയുന്നു. അങ്ങനെ പെട്ടെന്ന് പുള്ളി ഒരു പാട്ട് എഴുതുകയാണ്. അപ്പം അത് പിന്നെ രഘുവേട്ടനായിരുന്നു തോന്നുന്നു മ്യൂസിക്, എൻ്റെ ഓർമ്മയിൽ രഘുകുമാർ. അദ്ദേഹം ട്യൂൺ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളവരും ഉണ്ട്, പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ സാഹചര്യത്തിന് പറ്റിയ പാട്ടുകൾ എഴുതാൻ പറ്റുന്നവർ ഉണ്ട് ഇപ്പോഴും. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ അക്ഷരങ്ങൾ പെറുക്കി വെച്ചുള്ള ഒരു ഒരു രീതിയാണ്, കുറച്ച് കസർത്തുകളൊക്കെ കാണിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ONV സാർ എഴുതുന്ന പോലെയോ വയലാർ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ പി ഭാസ്കരൻ മാഷ് എഴുതുന്ന പോലെയോ ഒന്നും അല്ല പിന്നീട് വന്ന മറ്റേ പൂവച്ചൽ ഖാദർ, ബിച്ചു തിരുമല, പിന്നെ ഭരണിക്കാവ് ശിവകുമാർ, ഇങ്ങനെയൊക്കെ ഇവരുടെ പാട്ടുകളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം അവരുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ വേറെ ഒരു ശൈലിയാണ്. പക്ഷെ ഈ പഴയതിനോട് കടപിടിക്കുന്ന രീതിയിൽ തന്നെ ഏകദേശമൊക്കെ പോയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പം ഈ ന്യൂജനിൻ്റെ തള്ളിച്ച കൊണ്ടായിരിക്കാം ഇപ്പം പുതിയ സിനിമകളിലൊക്കെ വരുമ്പോൾ നമ്മളെ അക്ഷരങ്ങളുടെ ഒരു കസർത്താണ്. പാട്ട് മോശമാണെന്നല്ല ഞാൻ പറയും. ഇപ്പം ലജ്ജാവതിയെ അത് കേൾക്കുമ്പോൾ നമുക്ക് പഴയതുമായിട്ട് നോക്കുമ്പം ഭയങ്കര ആനയെ ആടും പോലുള്ള ഒരു വ്യത്യാസമാണ്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടത് അതാണ്. അങ്ങനെയുള്ളൊരു എഴുത്തിലാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ നിൽക്കുന്നത്. 85 റെക്കോർഡിങ്, 86 പടം വന്നത്. അതെ, അത് പൂച്ചൽ ഖാദറായിരുന്നു അതിന്റെ രചന. അത് മാർക്കോസേട്ടനെ പെട്ടെന്ന് കേൾക്കുമ്പോ തന്നെ ആ പാട്ടാണ്. ഓരോരുത്തർക്കും ഓരോ പാട്ടുകളാണ്. എന്റെ മനസ്സിലൊക്കെ പെട്ടെന്ന് പൂമാനുള്ള സോങ് ആണ് അത്. നമുക്കൊരു 4 വരി തീർച്ചയായിട്ടും സംസാരത്തിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ബ്രേക്ക് പോലെ. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളൊക്കെ വരുന്ന സമയത്ത് ആ രംഗത്ത് വളരെയധികം എന്താ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും പുറമേ കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുള്ളപ്പോഴാണ് ഞാനൊക്കെ വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് കാണിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായില്ല എനിക്ക്. പ്രത്യേകിച്ചും ഈ പറഞ്ഞാൽ അന്നത്തെ സിനിമ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് മദ്രാസിലായിരുന്നു. അപ്പം നമ്മൾ മദ്രാസിൽ പോയി ഓരോ ദിവസവും സ്റ്റുഡിയോയിൽ പോയി അവസരങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയി നമ്മൾ ഹാജർ വെച്ച് അവിടെയൊക്കെ കറങ്ങി നിന്ന് അങ്ങനെയൊക്കെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈവൻ ഒരു ട്രാക്ക് പാടാനാണെങ്കിൽ പോലും
ഒരു അവസരം നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ പാടി ചില പാട്ടുകൾ കൊള്ളാം, ഇയാൾ നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറയിക്കാനായിട്ടുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടില്ല. നമുക്കിതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ കിട്ടിയ ഒരു പാട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ ഉള്ള പാട്ടുകളിൽ നല്ല ഒരു പാട്ടാണ് ഈ പൂമാനമേ എന്നുള്ള ഒരു പാട്ട്. ആ സമയത്ത് 85 പ്രത്യേകിച്ചും അന്നത്തെ ആ ഒരു ശ്യാം സാറ്, പൂച്ചൽ ഖാദർ, പിന്നെ നിറക്കൂട്ട് സിനിമ, അതായത് മമ്മൂട്ടി ഒരു പ്രത്യേക റോളിൽ ഫോട്ടോഗ്രാഫറിന്റെ റോളിൽ മാത്രമല്ല, അദ്ദേഹം ഒരു കൊലയാളി ആകേണ്ട സാഹചര്യത്തിൽ ജയിലിൽ കിടക്കുന്നു, മൊട്ടയടിച്ച് ജയിലിൽ കഴിയുന്നു, അവിടുന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ അത് ജോഷിയായിരുന്നു, ഡയറക്ടർ ജോഷിയായിരുന്നു അതിൻ്റെ സംവിധാനം. അതേപോലെ ജൂബിലി ആയിരുന്നു അതിൻ്റെ. അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള സിനിമാക്കാരിൽ ഒന്നായിരുന്നു ജൂബിലി പ്രൊഡക്ഷൻസ്. കാരണം ഇന്നത്തെ പോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കോടി രൂപയുണ്ട്, എന്നാൽ പിന്നെ ഒരു പടം എടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരായിരുന്നില്ല. അന്ന് കുറച്ച് സിനിമ കമ്പനികൾ, ഇപ്പം സെഞ്ചുറി, സെൻറ്റിനറി, പിന്നെ ജൂബിലി, മഞ്ഞുലാസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ, ഉദയ, അവർ മാത്രമേ സിനിമ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല തീം, നല്ല കഥകൾ, നല്ല ഡയറക്ടർമാർ, മ്യൂസിക് ഡയറക്ടർമാർ, അതുപോലെ ഫോട്ടോഗ്രാഫി എല്ലാം അങ്ങനെ നോക്കിയിട്ടായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒത്തിരി നല്ല പടങ്ങളും നല്ല സാരാംശം, കഥയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ, അങ്ങനെയുള്ള സിനിമകളായിരുന്നു. ഇന്നത്തെ പോലത്തെ ഒരു രീതി അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നല്ല ഒരു ബാനറിൽ നിന്നും വന്ന ഒരു പടമായതുകൊണ്ട് എനിക്കും ഒരുപാട് ഗുണമുണ്ടായി. മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രതീക്ഷയും ഉണ്ടായിരുന്ന ഒരു പാട്ടാണത്. പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ, കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം ചേട്ടന് മുന്നിട്ടിരുന്ന് ഈ പാട്ട് കേൾക്കാന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡ്രീമിൽ പോലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പാട്ട് അതിന്റെ റിക്രിയേഷൻ വന്നല്ലോ അതിന്റെ പിന്നെയും പാട്ട് ഒറിജിനൽ തേടിയ ആൾക്കാർ പിന്നെയും ബാക്കിലോട്ട് പോയി. അതെ 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 തീർച്ചയായിട്ടും. അത് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ്. ഇപ്പം പഴയ അകലെ നീലാകാശം അങ്ങനെ ചെയ്തു. അതേപോലെ മറ്റേ കണ്ണും കണ്ണും ആ പാട്ടൊക്കെ ഇപ്പം രണ്ടാമത് ഇതുപോലെ ചെയ്തായിരുന്നു. അപ്പം ഈ പൂമാനമേ എന്നുള്ള പാട്ട് ഇപ്പം എനിക്ക് വന്ന ഓസ്ലർ എന്ന് പറഞ്ഞ മമ്മൂട്ടി ചിത്രത്തിലായിരുന്നു. അതെ. അപ്പം അതിനകത്ത് വന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത് ആര് പാടിയതാണ്, എപ്പോൾ പാടിയതാണ് എന്നുള്ളതിനെ പറ്റി ഒരു ചകച്ചിൽ ഉണ്ടായി. അപ്പം അത് കുറേയൊക്കെ ഗുണം ചെയ്തു. അന്ന് ആ പാടിയ സമയത്ത് തന്നെ ചേട്ടനൊരു ആക്സിഡന്റ് പറ്റി. അതായത് 85 ഇത് പാടിയിട്ടാണ് ഞാൻ 86 ഫെബ്രുവരിയിൽ ഒരു ഗൾഫ് ടൂറിന് പോകുന്നത്. അന്ന് ഗൾഫ് ടൂർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം കൂടുതലും ദാസേട്ടനോ അല്ലെങ്കിൽ ജയേട്ടനോ അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമേ അന്നൊക്കെ ഗൾഫിൽ അങ്ങനെ പോയിരുന്നുള്ളൂ. അപ്പം അങ്ങനെ കിട്ടിയ ഒരു അവസരമാണ്. അവിടെ ചെന്നിറങ്ങി ആദ്യത്തെ ദിവസം അബുദാബി പാടി. രണ്ടാമത്തെ ദിവസം ഞാൻ അബുദാബിയിൽ നിന്ന് അലൈനിന് പോകുമ്പോൾ 5 പ്രോഗ്രാമായിരുന്നു. അതിൽ രണ്ടാമത്തെ ദിവസം അലൈനി വെച്ച് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്നത്തെ കാലത്ത് 86 ഗൾഫൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഗൾഫ് ആയിട്ടില്ല. അവിടെ വെച്ച് 5 പേരിൽ യാത്ര ചെയ്തതിൽ 3 പേര് മരിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ
3 പേര് മരിച്ചു. ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ കൂടെ പാടാൻ വന്ന കുട്ടിയും രക്ഷപ്പെട്ടു. പക്ഷേ ആ കുട്ടിയുടെ അമ്മയും മരിച്ചു. ഞങ്ങളെ സ്പോൺസർ ചെയ്ത 2 പേരും മരിച്ചു. ഞങ്ങൾ 2 പേരും ഏതാണ്ട് 90 ദിവസം അവിടെ കിടന്നു. കുറച്ച് ക്രിട്ടിക്കലായിരുന്നു ആദ്യത്തെ 72 hours. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ റിക്കവർ ചെയ്തു. 90th day ആയപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു ട്രാൻസ്ഫർ ചെയ്തു. പിന്നെയും 8 മാസം ആശുപത്രിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ സിനിമയായിട്ട് കുറച്ച് ഗ്യാപ്പായി, അകന്നുപോയി. പിന്നെ ഞാൻ പാടുന്നത് 91 86 to 91 5 വർഷം സിനിമയിൽ പാടിയില്ല. അത് ആ സമയത്ത് പക്ഷെ കാസറ്റ് ഒരു ഇൻഡസ്ട്രി പോലെ ആയി വരുന്നുണ്ടായിരുന്നു. 82 കാസറ്റ് ഇൻഡസ്ട്രി തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഓണം, ഒരു അയ്യപ്പൻ, 1-2 ക്രിസ്ത്യൻ ഡിവോഷനിൽ 1-2 മാപ്പിളപ്പാട്ട്, ഇങ്ങനെ ഒരു 8 വർക്ക് ഒരു വർഷം. പിന്നെ അത് ആഴ്ചയിൽ 8-10 വർക്കായി. അങ്ങനെ അല്ല, ഒരു മാസം 8-10 വർക്കായി. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇങ്ങനെ ആ ലെവലിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ 86 മുതൽ എറണാകുളത്ത് താമസമാക്കിക്കൊണ്ട് കാസറ്റ് വിട്ടില്ല. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി പാടാനൊന്ന് മദ്രാസിൽ പോകണമായിരുന്നു. അപ്പം മദ്രാസിലോട്ടുള്ള പോക്ക് ഒഴിവാക്കി പിന്നെ പാടുന്നത് 91 മറ്റേ ഗോഡ് ഫാദർ. അതിലെ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം, വരവേറ്റിടാം വരവിതിരേറ്റിടാം, ആചാരക്കതിന മുഴക്കിടാം, ടപ്പോ ടിപ്പോ കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ, ആഭ്യന്തര മന്ത്രണിയാണേ, ആഡംബരമൊത്തിരി വേണേ, ആനപ്പാറയിലച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം അമ്പം ബം 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 ബം. അപ്പൊ അങ്ങനെ ഇതാണ്. പിന്നെ 91 അന്ന് കോളേജിൽ തരംഗമായിരുന്നു ഒരു സമയത്ത് ആ പാട്ടൊക്കെ ഗാനമേളയ്ക്ക് ഇപ്പോഴും പാടുന്നുണ്ട്. പ്രത്യേകിച്ചും ലോ കോളേജിലൊക്കെ ഉള്ള പരിപാടികൾക്കൊക്കെ അവരിപ്പോഴും ഈ പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ഇതൊക്കെ ഓരോ സന്ദർഭവും അവസരങ്ങളൊക്കെ ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോരുത്തരെ കണ്ടും കേട്ടും മണി അടിച്ചും ഒക്കെ നിൽക്കണം. അതേ ഫോമിലാണ് നമ്മുടെ പ്രേമലുലത്തെ പാട്ടും. ആ പ്രേമലു ഇപ്പൊ അവസാനം വന്ന സിനിമ പ്രേമലുവാണ്. അതും അതുപോലെ തന്നെ ആയിരുന്നു. കാരണം അതെ, എന്നെ കൊണ്ട് ഇത് പാടാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ ന്യൂജൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കത് എങ്ങനെ അവരെടുക്കും എന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇവര് ശരിക്കും നല്ല ഒരു പ്രോത്സാഹനം തന്നു. അപ്പം അവർ പറഞ്ഞ ചേട്ടനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പാട്ട് കമ്പോസ് ചെയ്തത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അത് ഏറ്റു. അങ്ങനെയാണ് മറ്റേ ചായപ്പാനി തപ്പിലെ റൊഡരികെ, തുടിപ്പഞ്ചാരി കൊട്ടിലെ കാതരികെ, എൻ പ്രേമിക്കുടു നീ സുമ്മവാരികെ, മനസ്സങ്ങ് നീറണ് കൊരിസുള നീയ, പനിച്ചങ്ങ് കേറണ് പാരസിറ്റമോള, ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, NTR சிட்டியில போய் வருங்க, சார்மினார் பாத்தில்ல விண்டோவில்ல, என் பிரேமிக்குடு നീ സുമ്മാ ചേർന്നിരിങ്ക. ഞാൻ ഇന്നലെയും കൂടി ചേട്ടനാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഈ പാട്ട് എന്തായാലും പഠിപ്പിക്കണേ. എനിക്ക് ചേട്ടൻ ഇങ്ങനത്തെ പാട്ടുകളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് തോന്നുന്നു പാടാനല്ലേ. പാടാൻ ഞാൻ ഏത് പാട്ടും, ഇപ്പം ഒരു പാട്ട് എന്നെ കൊണ്ട് വയ്യ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വെക്കാറില്ല. പണ്ട് നമ്മള് സുറുമ പാടിയൊക്കെ പോലത്തെ യെസ് പണ്ട് അങ്ങനെ സുറുമ തന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ഇട്ട് പാടുമായിരുന്നു. ഗാനമേളയ്ക്ക് പാടുമ്പം കുറച്ച് എക്സാജറേറ്റ് ചെയ്തൊക്കെ പാടും. അതുപോലെ മറ്റേ മരം ചാടി നടന്നൊരു കുരങ്ങൻ, ഇതൊക്കെ ഗാനമേളയ്ക്ക് പാടുമ്പോ മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യന്റെ കുപ്പായമണി, അങ്ങനെയൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പാടുമായിരുന്നു. കാരണം അത് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നല് ഉള്ളില് ഉണ്ടായിരുന്നു ഏത് പാട്ടും. പറ്റൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മടുപ്പായിപ്പോ. ഇപ്പൊ തന്നെ ചില അറബി പാട്ടുകൾ പാടാൻ നേരത്ത് ഇത് പറ്റുമോ? കാരണം സ്ലാങ് ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ എങ്ങനെ ഇത് പറയണം
അപ്പോൾ അവർ തന്നെ പറഞ്ഞു തരും, ഞാൻ ചോദിക്കും, അവർ പറഞ്ഞു തരും, അത് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ ഒരു 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അപ്പം അങ്ങനെ പാടിയൊരു പാട്ടാണ്. ഞാൻ ബഹ്റൈനിൽ ചെന്നപ്പം അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ഷെയ്ഖ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. അപ്പം അദ്ദേഹമാണ് മുഖ്യ അതിഥിയായിട്ട് വരുന്നത്. അപ്പം എന്നോട് തലേന്ന് വൈകുന്നേരം പറയുന്നത്, ചേട്ടാ നാളെ ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി ഇവിടുത്തെ ഷെയ്ഖ് ഫാമിലിയിൽപ്പെട്ട ആളാണ്, അദ്ദേഹമാണ് വരുന്നത്, ഒരു അറബി പാട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ തലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അറബി ഇവിടെ ഇങ്ങനെ പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ പെട്ടെന്ന് പറഞ്ഞാ, കാരണം അറബിയും കൂടെയാണ് വരുന്നത്, അറബി അറിയാവുന്ന ആളാണെങ്കിലും സാരമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി മൊത്തം ഇരുന്ന് പിറ്റേ ദിവസം പകലും ഇരുന്ന് കേട്ട് പിന്നെ 1-2 പേര് അതിൻ്റെ സ്ലാങ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ആണ് ആ പാട്ട് ഞാൻ പഠിച്ചു വൈകുന്നേരം പാടി. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇപ്പം മലയാളി പാടുമ്പം അറബി ആണ്, ഇപ്പം നമ്മൾ ഹിന്ദി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ അവർക്കും അങ്ങനെ തോന്നുമല്ലോ. പക്ഷെ അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു ഈജിപ്ഷ്യനോ ആരോ പാടിയ ഒരു പാട്ടാണത് ഒറിജിനലി. അപ്പം ഞാനതിങ്ങനെ പല പ്രാവശ്യം കേട്ടു. അപ്പം അവരുടെ ആ ശൈലിയിലാണ് അവർ ആ പാട്ട് പാടി എനിക്ക് തന്നത്. അപ്പം ഞാനും ആ ശൈലിയിൽ തന്നെ പഠിച്ചത്. വാലയ്യ വാലഹാലി ഔവന്ന വസ്രതന്നത്താലി വാലയ്യ വാലഹാലി ഔവന്ന വസ്രതന്നത്താലി منهم في وسط براني لاني مختي لاني يبجاني منهم في وسط براني لاني مختي لاني يبجاني والي والهالي والي والهالي والي ചേട്ടൻ ഇപ്പോഴും ലിറിക്സ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് പാടുന്നത്. അപ്പൊ അത് ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലേ, ഇത് നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായാലും നമ്മുടെ ഒരു കഴിവ് നമുക്കൊന്ന് കാണിക്കണമല്ലോ, അതിനു വേണ്ടി ഞാനത്. അതും തലേ ദിവസം പഠിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ കുറെ കൂടെ ചെറിയ പ്രായമാണ്, അപ്പൊ നമുക്ക് വാശിയും അങ്ങനെ പാടി ഫലിപ്പിച്ചപ്പോഴത്തേക്കും പുള്ളി തന്നെ പറഞ്ഞു, നന്നായിട്ട് പാടി, നല്ല പ്രത്യേകിച്ചും ഒരു അറബി അല്ലാത്ത ഒരാള് പാടുമ്പോ. അപ്പൊ അവര് തന്നെ ഈ പറഞ്ഞ പുള്ളിയുടെ കൂടെ വന്നവർക്ക് ഒക്കെ ഒരു, അപ്പം ആദ്യം ഞാൻ വിചാരിച്ച് കളിയാക്കുമായിരിക്കും, കാരണം അവര് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഓരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ചില അക്ഷരങ്ങളൊക്കെ പറയുമ്പോഴേ ഷിൽതുഹു ബായുനി ബായുനി ലേശുഹു ഹ എന്ന് പറഞ്ഞ ഒരു ശബ്ദം വരും. ലേശുഹു ഹല്ലോനി ഹല്ലോനി ഏൻ കുരുരിത ഗുൽമുറുവ ഗൽബ്രിയിൽ മസ്ജീൻ ഇങ്ങനെ. അപ്പോൾ അവരിങ്ങനെ ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാവുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കറക്റ്റായിട്ടാണ് പാടിയത് എന്ന്. അപ്പൊ അത് ഈ പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര എനർജിയാണ്. അതുകൊണ്ട് അറബി നാട്ടിൽ പോയിട്ട് അവരുടെ പാട്ട് പാടാന്ന് പറഞ്ഞാൽ അവർക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ പൊതുവെ ട്രൈ ചെയ്യാറുണ്ട്. അത് നമുക്ക് അത് സാധിക്കും എന്ന് കാണിക്കണ്ടേ, അങ്ങനെ ചെയ്താണ് ഇതും പ്രേമലു. ഈ പാട്ട് സ്റ്റേജിലൊക്കെ പാടുന്ന സമയത്ത് ഇടയ്ക്ക് ലിറിക്സ് തെറ്റിപ്പോവാറുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പണ്ട് അതായത് എൻ്റെ കുഞ്ഞുനാള് ഉള്ള ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ പാടുമായിരുന്നു. 8 വയസ്സൊക്കെ ഉള്ളപ്പം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി മൂലയ്ക്ക് ഇരുന്നിട്ട്, മുറിയുടെ മൂലയ്ക്ക് ഇരുന്ന്, അപ്പോൾ കുറച്ച് എക്കോ കിട്ടും, ആ ഇരുന്ന് പാടുമായിരുന്നു. അപ്പം അന്ന് ഇങ്ങനെ ബുക്കൊന്നും വെച്ചല്ല പാടുന്നത്, കേൾവി ആണ്. റേഡിയോ കേട്ടിട്ട് അതുപോലെ കാണാതെ പഠിച്ചിട്ട് പാടുന്ന ഒരു ശീലമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ഗാനമേള തുടങ്ങിയ സമയത്തുമൊക്കെ ഈ പറഞ്ഞ പോലെ പിന്നെ ബുക്കുണ്ടെന്ന് പറഞ്ഞാലും മിക്കവാറും എല്ലാ പാട്ടുകളും കുറേയൊക്കെ ബൈഹാർട്ട് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ പോലെ ബൈഹാർട്ടല്ല, എന്നാൽ പാട്ടിൻ്റെ ട്യൂണും കാര്യങ്ങളൊക്കെ ലിറിക്സ് കാണുമ്പം മനസ്സിലാവും. പക്ഷെ അക്ഷരങ്ങൾ ചിലപ്പോൾ അക്ഷരങ്ങൾ ഒരു വാക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ, വളരെ അപൂർവം.
നമ്മളിപ്പം നമ്മൾ പറയുമല്ലോ നമുക്ക് ജീവിതത്തിൽ മാലാഖയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ നമുക്ക് ടഫായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ മാലാഖയുടെ രൂപത്തിൽ ദൈവം ഒരാളെ അയക്കും എന്ന് പറഞ്ഞ ഒരാളാണ് ഫാദർ കുര്യാക്കോസ് വർഗീസ്. ചേട്ടന്റെ ജീവിതത്തിൽ ഒരുപാട് അല്ലെ വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഫാദർ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ജീവിതത്തില് 3-4 വളരെ തിക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 വയസ്സിൽ എനിക്കൊരു അസുഖം ഇതുപോലെ വന്നു. അന്ന് തിരുവനന്തപുരത്ത് എൻ്റെ അപ്പൻ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലമാണ് 1950. അപ്പം 50-ലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊരു എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ്, ഒരു 59, 60 ആ ഒരു കാലഘട്ടം. അപ്പം ഒരേ അസുഖം ഏകദേശം 5 വർഷം. പെട്ടെന്ന് ഇങ്ങനെ രാവിലെ കാണുന്ന ആളായിരിക്കത്തില്ല ഉച്ചയ്ക്ക് കാണുമ്പോൾ, അതുപോലെ വണ്ണവും വീതിയും ഒക്കെ അങ്ങോട്ട് നീരൊക്കെ വെച്ചിട്ട് അങ്ങനെ 5 വർഷം ഒരേ അസുഖം ഉണ്ടായി. അപ്പോൾ പലരും എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ഡോക്ടർമാർ, ഡോക്ടർ ശങ്കർ റാം, ഡോക്ടർ പൈ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് അന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നവരൊക്കെ പിന്നെ എന്നെ നോക്കിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അപ്പൻ്റെ അപ്പനും ഡോക്ടറായിരുന്നു. അപ്പം ഞാൻ അപ്പച്ച എന്നാണ് വിളിക്കുക. അപ്പം അപ്പച്ചനും അന്ന് പറയുമായിരുന്നു, പപ്പ എൻ്റെ ഫാദറിനോട് പറയുമായിരുന്നു, എടാ അവന് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്ക്, കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ അത്ഭുതകരമായിട്ട് 7ാമത്തെ വയസ്സിൽ റിക്കവർ ചെയ്തു. ഇന്നിപ്പം ഇതുപോലെ ഇരിക്കുന്നു. അതുപോലെ ഗൾഫിലെ കാർ അപകടം, അതും 50-50 ആയിരുന്നു. മരിച്ചു, ഇപ്പം മരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് ഒരുപാട് റൂമർ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇങ്ങോട്ട് വീണു രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഞാൻ അമേരിക്കയിൽ ആയിരുന്ന സമയത്ത് ഒരു കിഡ്നി പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ യാതൊരു സിംറ്റമും ഇല്ലായിരുന്നു. വിശപ്പ് കുറവുണ്ടായിരുന്നു. കാരണം 14 പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് 1.5 മാസത്തിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഈ ദിവസവുമുള്ള ഓട്ടം കാരണം ഓരോ സ്ഥലത്തു നിന്നും 300, 500, 800 കിലോമീറ്ററൊക്കെ ദൂരെ ആണ് നമ്മൾ പോയി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിരിക്കാം ഉറക്കക്ഷീണവും പിന്നെ യാത്രയൊക്കെ കൊണ്ടായിരിക്കാം വിശപ്പില്ലാത്തതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പരിപാടികൾ ഗംഭീരമായിട്ട് അവസാനിപ്പിച്ചു. ഇവിടെ വന്നിട്ടും ഞാൻ 1-2 ആഴ്ച നന്നായിട്ട് മുമ്പോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ക്ഷീണം പോലെ ആയി. അങ്ങനെയാണ് പോയി കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കിഡ്നി ഫെയിലിയറാണ്. അപ്പോൾ എന്ത് ചെയ്യും? കാരണം 2013 അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് 22 ലക്ഷം രൂപകളായി. അപ്പം അല്ല ഞാൻ പറഞ്ഞത്, അപ്പം നമ്മളിങ്ങനെ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെ ആകും? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പം ആ സമയത്താണ് ഈ പറഞ്ഞ എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളതായിരുന്നു ഒരു മെയിൻ ഇഷ്യൂ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അച്ഛൻ, കുര്യാക്കോസ് വർഗീസ് എന്ന് പറയുന്ന അച്ഛൻ വിളിക്കുന്നു. ഇപ്പം പറഞ്ഞു, ഞാൻ ഒരച്ഛനാണ്, ഞാൻ അങ്ങോട്ടൊന്ന് വരിക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഒരച്ഛനാണ് വിളിക്കുന്നത്, വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറുടെ മുമ്പിലേക്ക് അച്ഛനും വരുന്നു. അവിടെ വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം, പേഴ്സണലായിട്ട് അറിയത്തില്ലെങ്കിലും പാട്ടുകളൊക്കെ അറിയാം, 1-2 പ്രാവശ്യം പ്രോഗ്രാംസ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വില്ലിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ അവിടെ തന്നെ അതിന് വേണ്ട പരിശോധനകളും കാര്യങ്ങളൊക്കെ പിന്നെ നടത്തി, ബാക്കിയുള്ളത് എഴുതി കൊടുത്തു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പെട്ടെന്നായിരുന്നു. 2 മാസം കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചുറ്റുവട്ടങ്ങളെല്ലാം നടത്തുന്നു. ഇത് ഞാൻ കണ്ടുപിടിക്കുന്നത് ഒക്ടോബറിലാണ്. നവംബർ, ഡിസംബർ മാസത്തിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. ജനുവരിയാണോ ഫെബ്രുവരിയാണോ, 2013 ഫെബ്രുവരി ആണെന്ന് എൻ്റെ ഓർമ്മ. ഓപ്പറേഷനും കഴിയുന്നു, പെട്ടെന്ന് അത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് ഒരു 7 ടെസ്റ്റുകളുണ്ട്. അതിൽ ഈ എല്ലാ ടെസ്റ്റിലും ഈ ഡോണറുടെയും സ്വീകർത്താവിൻ്റെയും
ഇത് റിസൾട്ട് ഒരുപോലെ വരണം, ടെസ്റ്റുകളുടെ റിസൾട്ട്. പോസിറ്റീവ് അത് 98-99% ചേരുക, അല്ലാതെ ചേർക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഡോക്ടറും പറയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ചെയ്തതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചേർച്ച കാണുന്നതെന്ന് പറഞ്ഞു. ഡോണറിന്. അപ്പം അങ്ങനെ അത് പിന്നെ ഒന്നിനും നമുക്കൊരു താമസം ഉണ്ടായില്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി ചെയ്തു. കൃത്യം 90ാമത്തെ ദിവസം ഞാൻ പിന്നെ വീണ്ടും തട്ടേ കയറി. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 6 മാസം ആണ് ഇതിൻ്റെ ഒരു സമയം അവർ പറയുന്നത്. ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം 3 മാസം ഒരു മരുന്ന്, പ്രത്യേകിച്ചും ഇമ്മ്യൂണിറ്റി കട്ട് ചെയ്യുന്നൊരു മരുന്നുണ്ട്. അപ്പം അത് കഴിച്ചേ പറ്റൂ. അപ്പം ആ 3 മാസം കഴിഞ്ഞു. അപ്പം ഇവിടെ റൂമർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. ഓ, മാർക്കോസ് ചേട്ടൻ എന്തോ കുഴപ്പമാണ്, ഇങ്ങനെ ആനേജനെ പുള്ളിക്ക് പാടാൻ പറ്റത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ റൂമേഴ്സ് വരും. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ കാരണം ഇത് ഈ നമ്മൾ ഈ മൊബൈൽ ഫോൺ എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് റേഡിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ മൊബൈലിലും കിട്ടുന്നില്ല. അപ്പോൾ പുള്ളിക്ക് വേണ്ട ഭയങ്കര കുഴപ്പമാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര റൂമറായി. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന റെക്കോർഡിങ്ങിന് വയ്ക്കുക, റെക്കോർഡിങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 100ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, 90ാമത്തെ ദിവസം കഴിഞ്ഞു ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് കയറി. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പിന്നെ കണ്ണാടി ഗ്ലാസ് പിന്നെ ഇതിനകത്തൊക്കെ നിന്നല്ലേ പാടുന്നത്? അപ്പം ആദ്യമേ പോയിട്ട് മൈക്കൊക്കെ ക്ലീൻ ചെയ്ത് റൂമൊക്കെ ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ ആളായിട്ട് അങ്ങ് പാടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ അങ്ങ് തുടങ്ങി. പിന്നെ നിർത്തിയിട്ടില്ല ഞാൻ ഇന്ന് വരെ. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ഗാനമേള വന്നു ആദ്യമായിട്ട്. അപ്പോൾ ഗാനമേള എടുക്കാതിരിക്കാനും വയ്യ, കാരണം സീസൺ ആവുന്നു. മാത്രമല്ല ഞാനിത് രംഗത്തില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓഡിയൻസുമായിട്ട് വളരെ അടുത്ത് ഇൻ്റർഫിയർ ചെയ്യേണ്ട, കുറച്ച് ദൂരെയാണെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ പിന്നെ ഗാനമേളയ്ക്ക് കയറി. പിന്നെ അങ്ങോട്ട് ഗാനമേളയും തുടങ്ങി. ഇത് കഴിഞ്ഞതിന്റെ ഒരു ആഫ്റ്റർ പ്രിക്കോഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട് മനുഷ്യരുടെ ഇടയിൽ. ഏതാണ്ട് വലിയ കുഴപ്പമാണ്. പിന്നെ ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഡോണറെ കിട്ടുക എന്നുള്ളതാണ് ഒരു കിഡ്നി പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മെയിൻ പ്രശ്നം. ഒരു മാച്ചിങ് ഡോണറെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന പഥ്യങ്ങൾ, അല്ലാതെ ഇതിനകത്ത് കിഡ്നിക്ക് പ്രത്യേകമായിട്ടൊരു രോഗമോ അങ്ങനെ അതൊരു പ്രത്യേക രോഗമൊന്നും അല്ല. നമുക്കിപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ ഡയബറ്റീസിനുള്ള മരുന്ന് ആജീവനാന്തം കഴിക്കണം, അത് കിഡ്നി പോയാലും പോയില്ലെങ്കിലും കഴിക്കണം. ഒരാൾക്ക് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് ആജീവനാന്തം, പ്രഷർ ആജീവനാന്തം കഴിക്കണം ആ മരുന്നുകൾ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കാതെ വഴി ഇറങ്ങി നടന്ന് കഴിക്കും. അതൊക്കെ ഒന്ന് കൺട്രോൾ ഉള്ളതല്ലാതെ ഈ പറയുന്ന പോലുള്ള യാതൊരു കിഡ്നിക്കുമായിട്ട് പ്രത്യേകിച്ചൊരു ഒരു ഇതില്ല. അതിൻ്റെ ആരോഗ്യത്തിന് പറ്റിയ പിന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകമായിട്ട് മരുന്നോ മെഡിസിനോ ഒന്നുമില്ല. നമ്മളീ കഴിക്കുന്നതൊക്കെ പ്രഷറിനും ഷുഗറിനും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് മെഡിസിൻസ് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. ചേട്ടനോട് എന്തും കഴിക്കാനുള്ള, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ 2ാമത്തെ ദിവസം എനിക്ക് ചിക്കനാ തന്നെ. ഞാൻ ICUവിൽ കിടക്കുമ്പം എന്നോട് വന്ന് ചോദിച്ചു. അപ്പം രാവിലെ തലേന്ന് രാത്രി പിന്നെ അതായത് 2ാമത്തെ ദിവസം പിന്നെ നൈറ്റിൽ എന്നോട് ചോദിച്ചു, നാളെ രാവിലെ എന്താ വേണ്ടത്? അപ്പോൾ അതുവരെ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന മെഡിസിനേ ഉള്ളൂ, അല്ല സോറി മെനുവേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് തരും? അതെന്ത് വേണമെങ്കിലും തരാം. രാവിലെ ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ദോശയ്ക്ക് എന്താ കറി? അപ്പം ചട്നി തരാം, പിന്നെ സാമ്പാറുണ്ട്. ഞാൻ പറയാം, എന്നാൽ എനിക്ക് 2 ദോശയും പിന്നെ സാമ്പാറും ചട്നിയും വേണമെന്ന് പറഞ്ഞു. 2ഉം തന്നു. ഉച്ചയ്ക്ക് അതുപോലെ ഒന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കറികളൊന്നും വേണ്ട, ഒരു ചിക്കൻ കറി കിട്ടുമോ എന്നിങ്ങനെ സംശയിച്ച് ചോദിച്ചു. അതിനെന്താ, ചിക്കൻ തരാമല്ലോ, ചിക്കൻ കറി തന്നു. അപ്പം അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിന് ഈ കിഡ്നിക്ക് ദോഷമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ
അതിന് പ്രത്യേകിച്ചൊരു മരുന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇത് ചോദിക്കാൻ കാരണം തന്നെ എൻ്റെ ചില ഫ്രണ്ട്സിന്റെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവരിങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടനെ പോലത്തെ ഇല്ല, ധൈര്യമായിട്ട് ചെയ്യാം. അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളാണെങ്കിലും, അതേപോലെ ഡോണറും ഹെൽത്തി ആണെങ്കിലും, നല്ല കിഡ്നി ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം കിഡ്നിക്കായിട്ടൊരു മെഡിസിൻ ഇല്ല. നമ്മൾ ഈ കിഡ്നിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കരുതെന്നുള്ളതല്ല. അനാവശ്യമായിട്ട് ഫാറ്റ് കൂട്ടാൻ പാടില്ല. പിന്നെ ഒരുപാട് ഷുഗർ ശരീരത്തിൽ വരാൻ പാടില്ല. ഇപ്പം ചില കലോറിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നെയ്യ്, അത് ഇപ്പം പഞ്ചസാര തന്നെ കഴിക്കണമെന്നില്ല. ഷുഗർ ഉണ്ടാവാൻ പഞ്ചസാര തന്നെ കഴിക്കണമെന്നില്ല. ഈ നെയ്യിൽ നിന്നും അതേപോലെ കൊഴുപ്പിൽ നിന്നും ഒക്കെ ഷുഗർ ആവും. അത് എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. വേറെ അതിനകത്ത് ഒന്നുമില്ല. ഞാനിപ്പോൾ 13 വർഷമായി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മരുന്ന്. പിന്നെ ഈ മെഡിസിൻസ് തെറ്റിക്കരുത്. ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് ടൈംലി മെഡിസിൻസ് ആണ്. പലപ്പോഴും അത് 6 മണി, ഇപ്പം ഒരു സമയം പറയുകയാണെങ്കിൽ 6 മണിക്ക് കഴിക്കേണ്ട ഒരു മെഡിസിൻ കാണും ചിലപ്പോൾ. കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാം. പക്ഷെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ന്യൂട്രലായി പോകുന്ന ചില എഫക്റ്റ് ഉണ്ട്. അപ്പം അത് വരാതിരിക്കാനായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്താൽ തരിക. അപ്പോൾ 6 മണിക്ക് ചിലപ്പോൾ ഒരു മെഡിസിൻ കഴിക്കാൻ പറയും, ചിലപ്പോൾ 7 മണിക്ക് ഒരു മെഡിസിൻ കഴിക്കാൻ പറയും, 8 മണിക്ക് ഒരു മെഡിസിൻ കഴിക്കാൻ പറയും. ചിലപ്പോൾ ഉണ്ടെങ്കിൽ മെഡിസിൻ ഉണ്ടെങ്കിൽ, അത്രയും മെഡിസിൻസ് ഉണ്ടെങ്കിൽ. അപ്പം നമ്മളിത് കൃത്യമായിട്ട് പിന്നെ ഈ 3 നേരവും കൃത്യമായിട്ട് 6 മണി, 7 മണി, 8 മണി നമ്മൾ കഴിക്കണം. അതിപ്പോൾ ഞാൻ സ്റ്റേജിലാണെങ്കിലും ഞാനത് കഴിക്കും. കയ്യിൽ നമ്മൾ കൊണ്ടുപോകും. 6 മണിക്കുള്ളത്, 7 മണിക്കുള്ളത്, 8 മണിക്കുള്ളത്. അതൊരു മരുന്ന് വിഴുങ്ങുന്നതിന് എന്താ പ്രയാസം? ഇഞ്ചക്ഷനൊന്നും അല്ല. പിന്നെ ഡയബറ്റീസ് കൂടുതലുള്ളവർക്ക് ചിലപ്പം ഇൻസുലിൻ ഉണ്ടെങ്കിൽ രാത്രിയിലായിരിക്കുമല്ലോ എടുക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ആ സമയത്തല്ലേ എടുക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഷുഗർ നമ്മുടെ അൺകൺട്രോൾഡ് ആയിട്ട് പോകരുത്. അത് ശ്രദ്ധിക്കുക. പ്രഷർ ശ്രദ്ധിക്കുക. ഇതൊക്കെയുള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർ, പാവപ്പെട്ടവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് ഈ പൈസ പിരിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. അത് പൈസ പിരിച്ച് കുറെ സംഘാടനകൾ വന്നിട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഈ പാവങ്ങളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, കാരണം എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ അനിയനോ ആർക്കാണ്ട് ഇതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അവർ ആദ്യത്തെ ആ ഒരു 2-3 മാസം അതാ ഡോക്ടറുടെ കസ്റ്റഡിയിൽ തന്നെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചു. അല്ലെങ്കിൽ അവരെ സഹായിച്ചവർ അതിന് വേണ്ട മെഡിസിൻസും കാര്യങ്ങളും പൈസ ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ പുള്ളി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. പിന്നീട് പുള്ളിയുടെ ഇത് ഈ പിന്നെ കിഡ്നി ഫെയിലിയർ ആയിപ്പോയി രണ്ടാമത്. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഫെയിലിയർ ആയി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെഡിസിൻസ് കഴിക്കുന്നില്ല. പുള്ളി ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് പുള്ളി അതിനു വേണ്ടി വലിയ പൈസ ഒന്നും ആവുന്നുമില്ല. എന്നാൽ മെഡിസിന് കുറച്ച് പൈസ ആകുകയും ചെയ്യും. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ വിചാരിക്കുന്ന പോലുള്ള എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമില്ല. നമുക്ക് താങ്ങാൻ വയ്യാത്ത റേറ്റ് ഒന്നും അല്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഇവർ കഴിക്കത്തില്ല. കാരണം ഒരു 6 months ഡ്യൂറേഷൻ പറഞ്ഞല്ലോ. അതെ അതെ. അപ്പൊ ഇവർ പലപ്പോഴും മരുന്ന് കൃത്യമായിട്ട് കഴിക്കത്തില്ല. ഇനി കുഴപ്പമില്ല, 3 മാസം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറയുന്ന പോലുള്ള, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 13 വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും എനിക്കുള്ള മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട് ഈ 13 വർഷമായിട്ട്. അപ്പം നമ്മളത് പിന്നെ മാറ്റി വെക്കുമ്പോഴാണ് കുഴപ്പമില്ല, ഇത്ര ആയില്ലേ, 13 വർഷമായി, ഇനിയിപ്പം കഴിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പം പ്രശ്നങ്ങൾ വരും. ചില മെഡിസിൻസ് ലൈഫ് ലോങ് ആണല്ലോ. അതെ, ലൈഫ് ലോങ് ആണ് ഇതിൻ്റെ. അത് കിഡ്നിയുടെ എന്നുള്ള രീതിയിലല്ല ഈ മെഡിസിൻസ് ഞാൻ പറഞ്ഞില്ലേ തരുന്നത്. പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള കുറേ ഇത് ആണ് ഒരു ടാലി ചെയ്തിട്ട് മെഡിസിൻ ആക്കി തരുന്നത്. അപ്പം ധൈര്യമായിട്ട് പിന്നെ അതിനുള്ള ഇത് സാഹചര്യം ഉള്ളവരാണെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഫാദർ കുര്യാക്കോസ് വർഗീസ് ഇപ്പോൾ ഒരു ചേട്ടന്റെ ഭയങ്കര ആരാധന പാട്ടുകളെല്ലാം കേൾക്കുന്നു പറഞ്ഞു. നമ്മൾ ഹ്യൂജ് റെസ്പെക്ട് ഈ ഒരു സമയത്ത് ഫാദറിന് നേരെയാണ്. അതിന്റെ കൂടെ തന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമുക്ക് ഫാദറിനായിട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. ഞാൻ 80കളിൽ എൻ്റെ തുടക്കം
സമയത്തൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് ദൈവത്തിൻ്റെ കരുതൽ, അതിന് ഒരു അതിരില്ല, അപ്പം അതിന് അളവില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന സ്നേഹം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രാർത്ഥന, അതായത് നമ്മളെ ഒരാൾ കരുതുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ കരുതുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ അച്ഛനെ ഒരു കാലത്തും മറക്കാൻ സാധിക്കത്തില്ല. കാരണം ഒരാൾ പോലും ചെയ്യാത്ത കാര്യമാണ് അച്ഛൻ ചെയ്തത്. അപ്പോൾ കുര്യാക്കോസ് വർഗീസ് അച്ഛന് വേണ്ടിയും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ പാലിക്കും നാഥന് നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഈ പാട്ട് പാടുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഈ മ്യൂസിക് തെറാപ്പി ഇല്ലേ ചേട്ടാ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ ചില പാട്ടുകളോടുള്ളൊരു അവിടെ തന്നെ പറയും ഇന്ന പാട്ട് കേൾപ്പിച്ച് കൊടുക്കണം എന്നുള്ളത്. ആ ഒരു ICU പേഷ്യന്റിന് ചിലപ്പോൾ ആ ഒരു 10 ദിവസം കിടക്കണത് ഒരു 5 ദിവസം കുറഞ്ഞു കിട്ടും. അങ്ങനെ ചേട്ടന്റെ പാട്ടുകൾ കേട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും? കുറേ പേരെനിക്ക് എഴുതിയിട്ടുണ്ട്, ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ട് ആണ് പിന്നെ ഡ്രിങ്ക്സിലും അതേപോലെ ഡ്രഗ്സിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ചിലർ. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ തിരിച്ച് ഈ ജീവിതത്തിലേക്ക് വന്നത്. അതായത് സഹജീവികളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ഒരു സ്നേഹം തോന്നാനായിട്ട് ഈ പാട്ടുകൾ, ചില പാട്ടുകൾ പുള്ളിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പുതിയ സിംഗേഴ്സ് വരുന്നുണ്ടല്ലോ, ചേട്ടന് അവർക്ക് എന്ത് ഉപദേശമാണ് ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്? മുഖ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സിനെ എപ്പോഴും മാനിക്കുക. കാരണം അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതും അവർ എഴുതി വച്ചിട്ടുള്ളതും. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ പൂർവികർ അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് പരമാവധി എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അന്നത്തെ അവരുടെ അറിവിലും ഒക്കെ ആണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ പൂർവികർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്, നല്ല കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതുമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം നല്ല കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ചും പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ടിൻ്റെ രീതി എങ്ങനെയാണ് പാടേണ്ടത്, ആ ശബ്ദം എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വികാരം എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പഠിക്കുക. ഇന്നത്തെ പോലെ എങ്ങനെയും പാടാം എന്നുള്ള ആ ഒരു ശൈലി മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ എന്നെങ്കിലും അത് നാളെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുത്തുള്ളൂ. നമ്മളെ തന്നെ ഒരു 15 വർഷം അല്ലെങ്കിൽ 25 വർഷം കഴിയുമ്പം ഇത് ഇന്ന വർഷം പാടിയതാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ പാട്ടുകൾ അത്രയ്ക്ക് നല്ലതായിരിക്കണം. അല്ലെങ്കിൽ ജനം ഓർക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം ആയിരിക്കണം. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതെ, പിന്നെ അനുഭവമാണ് എല്ലാത്തിൻ്റെയും ഗുരു. അപ്പോൾ നമ്മുടെ അനുഭവം കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ഗുരുക്കന്മാരെ മാനിക്കുക, മാതാപിതാക്കളെ മാനിക്കുക, സമൂഹത്തെ മാനിക്കുക. അതൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് പൊതുവെ കാണാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു 25 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പാട്ട് ഞാൻ പാടിയതാണ് എന്ന് ആൾക്കാർ പറയുമ്പം നമുക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ ഒരു ഇത് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ സംസാരിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് പേഴ്സണലി മ്യൂസിക്കലും ചേട്ടൻ പറഞ്ഞു തന്നത്. എന്താ പറയുക, വളരെ തിരക്കുള്ള സമയമെന്നറിയാം. അത് നമ്മുടെ അടുത്ത് വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ നമുക്ക് സമയം അധികം ഇല്ല, നമുക്ക് അതൊക്കെ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പൊ ചേട്ടന് ഇഷ്ടമുള്ള, ഇപ്പൊ മലയാളം ആണെങ്കിലും തമിഴോ ഹിന്ദിയോ ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ 4 വരിയും കൂടെ പാടിയിട്ട് നമുക്ക് പതുക്കെ ഷോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാത്തരം പാട്ടുകൾ പാടാനും ഇഷ്ടമാണ് പൊതുവെ. കാരണം പ്രത്യേകിച്ച് ഞാനൊക്കെ പാടി തുടങ്ങിയ കാലത്ത് 10, 15, 18 പാട്ടൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ഒരു വേദിയിൽ നിന്ന് പാടുമായിരുന്നു. അതായത് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഒരു 15, 18 പാട്ട് വരെ പാടുമായിരുന്നു. ആ ജനത്തിനും വേണ്ടത് അത് തന്നെയായിരുന്നു. കാരണം എൻ്റെ ശബ്ദത്തിലൂടെ എൻ്റെ പെർഫോമൻസ് ആയിട്ടായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അന്നൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. 2 പാട്ട് നമ്മൾ അടുപ്പിച്ച് പാടിയാൽ തന്നെ റെസ്റ്റ്ലെസ് ആവും ആൾക്കാർ. കാരണം അവർക്ക് അതിനിടയ്ക്ക് സ്കിറ്റ് വേണം, കോമഡി വേണം, ഡാൻസ് വേണം, ഇങ്ങനെ പല പല ഐഡിയാസാണ് ഇന്നത്തെ ജനറേഷൻ. അപ്പം ഇന്നിപ്പോൾ അങ്ങനെ പാടുന്നില്ല. പക്ഷെ പണ്ടൊക്കെ എല്ലാത്തരം പാട്ടുകളും പാടുമായിരുന്നു. അത് കാരണം നമ്മുടെ സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ആണല്ലോ നമ്മൾ പൊതുവേദിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അത് മാത്രമല്ല, പഴയ പാട്ടുകൾ 100% പെർഫെക്ഷനോടുകൂടി പാടണമെന്ന് കേൾക്കാൻ വരുന്നവർക്കായിരുന്നു പാടുന്നവരെക്കാൾ ആവശ്യം. അപ്പം അവർക്ക് അത് കൊള്ളാം പക്കയാണ് എന്ന് പറയാനായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് നമ്മൾ സൃഷ്ടിക്കുക. അപ്പം അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ പാടുമായിരുന്നു. അപ്പം അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് രാജാ സാറിൻ്റെ പാട്ടുകളാണ് കൂടുതലും എനിക്ക് മെലോഡിയസ് ആയിട്ട് തോന്നിയിട്ടുള്ള പാട്ടുകൾ. അപ്പം അതിലൊന്ന്, അതേപോലെ ആദ്യകാലങ്ങളിലൊക്കെ പാടുമ്പം MSVയുടെ പാട്ടുകൾ, MS വിശ്വനാഥൻ്റെ പാട്ടുകൾ, അതേപോലെ രാജാ സാറിൻ്റെ പാട്ടുകൾ, അതിനുശേഷമാണല്ലോ റഹ്മാനൊക്കെ വരുന്നത്. അപ്പം രാജാ സാറിൻ്റെ പാട്ടുകളിൽ കുറച്ച് പാട്ടുകൾ ഞാൻ സ്ഥിരമായിട്ട് വേദിയിൽ പാടുന്നൊരു പാട്ട്, பழமுதிர்ச்சோலை எனக்காகத்தான் படைத்தவன் படைத்தான் அதுக்காகத்தான் நான் தான் அதன் ராகம் தாளமும் கேட்டேன் தினம் காலை மாலையும் நான் தான் அதன் ராகம் தாளமும் கேட்டேன் தினம் காலை மாலையும் போனம் அதன் ஜாலம் இங்கு 1000 பழமுதிர்ச்சோலை எனக்காகத்தான் படைத்தவன் படைத்தான் അതുക്കാകത്താൻ. ഇത് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ 70കളിൽ, അതായത് ഗാനമേള ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നൊരു സമയം, ഒരു 75, 76 കാലഘട്ടത്തിലൊക്കെ, അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന എന്നുവെച്ചാൽ ദാസേട്ടൻ അന്ന് കൊല്ലത്തൊക്കെ, ഞാൻ അന്ന് കൊല്ലത്തായിരുന്നു പഠിച്ചത്. ഒന്ന് പാടുമ്പോൾ പാടിയിരുന്ന ഒരു പാട്ടായിരുന്നു അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം. வசந்தகாலத்தில் மழை தரும் மேகம் அந்த மழை நீர் அருந்த மனதினில் மோகம் மோகம் மோகம். வசந்த காலத்தில் மழை தரும் மேகம் அந்த மழை நீர் அருந்த மனதினில் மோகம். இசையெனும் அமுதினில் அவளொரு பாகம் இசையெனும்
അമുദിനിൽ അവളൊരു ഭാഗം ഇന്ദിരലോകത്ത് ചക്കരവാകം അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം. എനിക്ക് തോന്നുന്നു ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെ തന്നു. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം അഞ്ജലി, അതെ, ഈ ശബ്ദം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ ജഗദീശൻ പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ സോങ്സിനും, എല്ലാ അപ്കമിങ് സോങ്സിനും ഓൾ ദ വെരി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.